ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാൻ ഓഫ്. മക്കളെ, നമ്മുടെ SSLC ഇംഗ്ലീഷ് പരീക്ഷയാണ് നാളെ നടക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉടായ്പകൾ നമ്മുടെ ഹബീബിങ്ങൾ കുറേ നേരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾക്കുള്ള പരീക്ഷാ പേപ്പറിൽ ചെയ്യേണ്ട ഉടായ്പകളുമായിട്ടാണ് ഇന്നിക്ക് വന്നിരിക്കുന്നത്. സംഭവം വേറൊന്നല്ല, ഈ ഉടായ്പകൾ കൃത്യമായിട്ട് മക്കൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും A+ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ, അത്യാവശ്യം ഗ്രാമറൊക്കെ പഠിച്ചിട്ടുള്ള, അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ഡിസ്കോസുകളും കാര്യങ്ങളൊക്കെ എഴുതാൻ അറിയാവുന്ന, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു മക്കളാണെങ്കിൽ ഇപ്പോൾ പറയുന്ന ഈ ഉടായ്പകൾ പ്രയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് A+ 100% ഉറപ്പാണ്, എഴുതി ഒപ്പിട്ട് തരാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ഗ്രാമർ ഒന്നും കാര്യമായിട്ട് അറിയില്ല, എന്നാൽ നിങ്ങൾ നമ്മുടെ ഉടായ്പ ഫോർമാറ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്കും ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ A+ എത്താൻ, എന്നാൽ ഉറപ്പായിട്ടും B+ അല്ലെങ്കിൽ A ഗ്രേഡിൽ എത്താൻ പറ്റിയിട്ടുള്ള കുറച്ച് ട്രിക്കുകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. അപ്പം മനസ്സിലാക്കുക, നിങ്ങളൊരു B+ ലെവലിൽ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് A+ സുഖമായിട്ട് എത്താൻ നമ്മുടെ ഈ ഉടായ്പകളിലൂടെ കഴിയും. അതെല്ലാം നിങ്ങളൊരു C ഗ്രേഡ് ലെവലുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഗ്രാമർ ഒന്നും കാര്യമായിട്ട് അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് B+ വരെ എത്താൻ സാധ്യതയുള്ള കുറച്ച് ഉടായ്പകളാണെന്ന് പറയാൻ പോണത്. ഇത് കൃത്യമായിട്ട് മക്കൾ ഇതുപോലെ ചെയ്യുക. അപ്പം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായാലും, നിങ്ങൾ അത്ര പഠിക്കാത്ത കുട്ടിയായാലും ശരി, അതായത് ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കുട്ടിയായാലും ശരി, ഇത് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നതിനേക്കാൾ ഒരു 10 മാർക്കെങ്കിലും കൂടുതൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്താൽ കിട്ടുമെന്ന് ഞാനിതാ സാക്ഷ്യപ്പെടുത്താണ്. ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയണം മക്കളെ. അപ്പോൾ ഇതുപോലെ ചെയ്യുക. നാളത്തെ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ ഇന്ന് ഞാൻ പറയുന്ന രീതിയിൽ എഴുതിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്. സംഭവം വേറെ ഒന്നല്ല, അത് ഉടായ്പല്ല കേട്ടോ. അതായത് നമ്മൾ 2 ഗ്രാമറുകൾ, നമ്മുടെ ഈ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കുന്ന 2 ഗ്രാമറുകളുണ്ട്. ആ ഗ്രാമർ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അത് വേറെ ഒന്നല്ല മക്കളെ, നമ്മുടെ ലാസ്റ്റത്തെ, അതായത് നമുക്കൊരു കോൺവെർസേഷൻ കംപ്ലീഷൻ ഉണ്ടാവില്ലടാ, അതിൽ ലാസ്റ്റത്തെ ആ കോൺവെർസേഷനിൽ നിങ്ങൾക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ടാഗ് വരും അല്ലേ, പിന്നെ നമുക്കറിയാം പിന്നെ ഈഫ് ക്ലോസ് വരും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ WH ക്വസ്റ്റ്യൻ, അതേപോലെ yes or no ക്വസ്റ്റ്യൻ, ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന 2 ക്വസ്റ്റ്യനാണ് ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമറും, അതുപോലെ തന്നെ വുഡ് യു മൈൻഡും അല്ലേ. ഇതിൽ ഹാഡ് ബെറ്റർ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സജഷനാണ്. നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു സജഷൻ കൊടുക്കാനാണ് ഈ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയണത് യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹിയർ. ഓക്കെ, ഇവിടെ എന്താ നമ്മൾ പറഞ്ഞറിയോ? യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹിയർ. ഇവിടെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ എന്താ സംഗതി വിചാരിച്ചാൽ ഇവിടെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു സജഷൻ കൊടുക്കാനാണ് നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത്, ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് നമ്മളൊരു V1 ഫോമിലുള്ള വെർബ് ഉപയോഗിക്കണം. അവിടെ പിന്നെ INGയോ പാസ്റ്റ് ടെൻസോ അതേപോലെ തന്നെ ടു എന്ന ഒരു ഇൻഫിനിറ്റോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. യു ഹാഡ് ബെറ്റർ ടു സ്റ്റേ എന്നൊക്കെ നിങ്ങൾക്ക് വെക്കാൻ തോന്നും, അങ്ങനെ ഒന്നും വെക്കാൻ പാടില്ല. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് ഇങ്ങനെ പറയാം, യു ഹാഡ് ബെറ്റർ ഗോ ഫ്രം ഹിയർ അല്ലേ. അവിടെ നിൽക്കുന്നതാണ്, ഇവിടെ നിൽക്കട അവിടെ എന്നിങ്ങനെ പറയാം, യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് അല്ലേ. അവിടെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് ദർ അല്ലേ. ഇനി ഇത് നെഗറ്റീവായിട്ട് എങ്ങനെ പറയാം, ഇവിടെ നിൽക്കാത്തതാണ് നിങ്ങൾക്ക് നല്ലതെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴും ടു ഒന്നും വേണ്ട, യു ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റേ ഹിയർ. ഇവിടെ നിൽക്കാത്തതാണ് നിങ്ങൾക്ക് നല്ലത്. നന്നായി പഠിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് എങ്ങനെ പറയാം, യു ഹാഡ് ബെറ്റർ സ്റ്റഡി അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹാഡ് ബെറ്റർ എന്ന് കാണാം. നിങ്ങൾക്ക് എങ്ങനെ വരികയെന്ന് വിചാരിച്ചാൽ മക്കളെ, യു ഹാഡ് ബെറ്റർ എന്ന് എഴുതിക്കാണ്ട് ഇങ്ങനെ ഡാഷ് ഇടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് A എന്ന് പറഞ്ഞ ഒരാളാണ് യു ഹാഡ് ബെറ്റർ ഡാഷ് എന്ന് പറഞ്ഞൊരു ഉപദേശം കൊടുത്തതെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിന് മറുപടി ആയിട്ട് B എന്ന ഒരാൾ പറയുകയാണെന്ത്, ഓക്കെ ഐ വിൽ എന്താ പറയുക, ഐ വിൽ റൈറ്റ് വെൽ. ഓക്കെ, ഇതാണ് B എന്നാൾ മറുപടി പറഞ്ഞത്. എന്താ Bയുടെ മറുപടി? ശരി, ഞാൻ നന്നായിട്ട് എഴുതിക്കോളാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒന്നാമത് കൊടുത്ത ഉപദേശം എന്തായിരിക്കും, നന്നായിട്ട് എഴുതുന്നതാണ് നിനക്ക് നല്ലതെന്നല്ലേ. അപ്പം നമ്മൾ നോക്കുക ഈ റിപ്ലൈയിൽ ഏതാ വെർബ് വന്നത്, ഇതല്ലേ വെർബ്. ഈ വെർബിനെ അവിടെ കണ്ടെടുത്ത് എഴുതിയാൽ മതിയോ, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ എന്താ, യു ഹാഡ് ബെറ്റർ റൈറ്റ് വെൽ. ഓക്കെ, ഈ റൈറ്റ് വെൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, റൈറ്റ് എന്നുള്ള V1 വന്നാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആ കോൺവെർസേഷൻ ഫില്ലിങ് ലാസ്റ്റ് ഉണ്ടാവും. കോൺവെർസേഷൻ ഫില്ല് ചെയ്യാൻ അവസാനമായിട്ട് അതിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് നാളെ കാണാം. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇതിന് നേരെ താഴെയുള്ള മറുപടി നോക്കുക, അതിലുള്ള വെർബ് അതേമാതിരി ഇവിടെ എടുത്ത് തരിക. നിങ്ങളുടെ ഉത്തരമായി ഓൾമോസ്റ്റ് 99% ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും മനസ്സിലാക്കുക, ഹാഡ് ബെറ്റർ എഴുതുമ്പോൾ V1 ഫോമിലുള്ള വെർബ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ മക്കളെ, ആ പരിപാടി കഴിഞ്ഞില്ലേ. ഇനി വുഡ് യു മൈൻഡ് എന്താ നമുക്ക് നോക്കാം. വുഡ് യു മൈൻഡ് അല്ലേ, ഇതും നിങ്ങൾക്ക് നാളെ ഈ കോൺവെർസേഷൻ്റെ കൂടെ തന്നെ കാണട്ടോ. വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞ സാധനം ഇത് വേറൊന്നല്ല, ഇത് റിക്വസ്റ്റ് ആണ്. നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ടൊരു കാര്യം അപേക്ഷിക്കുന്നതിനാണ് വുഡ് യു മൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിരോധമില്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയല്ലോ. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത്ര സിമ്പിളാണ്. നമ്മൾ വുഡ് യു മൈൻഡിന് ശേഷം ഒരു ING ഫോം ഉപയോഗിക്കണം. ഓക്കെ, ഇപ്പോൾ ഹാഡ് ബെറ്ററിന് ശേഷം V1 ഫോം ഉപയോഗിക്കണം എന്നല്ലേ പറഞ്ഞത്. എന്നാൽ വുഡ് യു മൈൻഡിന് ശേഷം ING ഫോം ഉപയോഗിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന്, എന്നെ സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എങ്ങനെ ചോദിക്കുക, വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ. ഹെൽപ്പ് എന്നല്ല സഹായിക്കുന്നതിന്, അത് ING ഫോമിലേക്ക് മാറ്റുക, വുഡ്
യു മൈൻഡ് ഹെൽപ്പിംഗ് മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഇനി അതേപോലെ തന്നെ ഇവിടുന്ന് പോകുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ, അല്ലെങ്കിൽ വിരോധമില്ല ഒന്ന് ഇവിടുന്ന് പോയി തരുമോ? എങ്ങനെ ചോദിക്കാം? വുഡ് യു മൈൻഡ് ഗോയിങ് ഫ്രം ഹിയർ അല്ലെങ്കിൽ ലീവിങ് ഹിയർ, അല്ലേ? ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഒന്ന് ഉപകാരമായതിനെ എന്ന രീതിയിൽ വളരെ പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യിക്കുകയാണ്. ഇനി എനിക്കൊരു കപ്പ് വെള്ളം തരുന്നതിൽ വിരോധമുണ്ടോ? എങ്ങനെ ചോദിക്കുക? വുഡ് യു മൈൻഡ് ഗിവിംഗ് മീ എ കപ്പ് ഓഫ് ടീ, അല്ലേ? അപ്പോൾ ഒക്കെ ING ഫോം വേണമെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നാളത്തെ പരീക്ഷയിൽ ഇങ്ങനെ ചോദിച്ചു വിചാരിച്ചോ, ഒരു A എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുകയാണ് കോൺവെർസേഷനിൽ വുഡ് യു മൈൻഡ് എന്നിട്ടിട്ട് ഡാഷ് ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഫില്ല് ചെയ്യാനുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ കണ്ടു വിചാരിച്ചാൽ ഇവിടെ B എന്ന് പറഞ്ഞ ആളുടെ റിപ്ലൈ നോക്കുക. B എന്ന് പറഞ്ഞ ആൾ ഇതിന് മറുപടി ആയിട്ട് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചോ, യെസ് ഐ വിൽ കം വിത്ത് യു. ഇങ്ങനെയാണ് ഇയാൾ മറുപടി പറഞ്ഞത്. ഓക്കെ, അതായത് അതെ ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും മറ്റാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾ എൻ്റെ കൂടെ വരാമോ എന്നല്ലേ? വിരോധമില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെ ചോദിക്കുക? നമ്മുടെ റിപ്ലൈയിലുള്ള ഈ വെർബിൻ്റെ ING ആക്കിയാൽ പോരെ? എന്താ? വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ, അല്ലേ? കമ്മിങ് വിത്ത് മീ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞ്. അപ്പോൾ മക്കളെ ഈ 2 ഗ്രാമറും പഠിച്ചില്ലേ, 2 മാർക്ക് കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ പരിപാടി? ഇങ്ങനെ ഓരോന്ന് ശ്രമിച്ചാൽ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഗ്രാമർ പഠിക്കാം. നമ്മുടെ വീഡിയോകൾ കണ്ടാൽ മതി. റിപ്പോർട്ടർ സ്പീച്ചിൻ്റെയും ഇഫ് ക്ലോസിൻ്റെയും ക്വസ്റ്റ്യൻ ടാഗിൻ്റെയും അതേപോലെ തന്നെ എഡിറ്റിങ്ങിൻ്റെയും ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സിമ്പിളായിട്ടാണ് പഠിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മക്കൾക്ക് എത്ര ഒന്നും അറിയാത്ത കുട്ടിക്കാരും A+ കിട്ടും. അപ്പം ഒന്ന് ട്രൈ ചെയ്യാം. നമുക്കൊരു ലൈഫിലേ ഉള്ളൂ, ഒരു SSLC പരീക്ഷയിലുള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തോ. ഇനിയും മണിക്കൂറുകളുണ്ട്. അപ്പോൾ ആ മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യമുള്ളൂ. നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ട അതിലുള്ള ഏതെങ്കിലും ഒന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാമറിനൊക്കെ പ്രത്യേകം എന്താ വെച്ചാൽ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സാധനങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും കോപ്പി പേസ്റ്റ് അടിക്കുക ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫ്രേസൽ വെർബ് ആയാലും ക്വസ്റ്റ്യൻ ടാഗ് ആയാലും ഇഫ് ക്ലോസ് ആയാലും അതേപോലെ തന്നെ നമ്മുടെ ഈ എഡിറ്റിംഗ് ആയാലും ഇതൊക്കെ പിന്നെ കോൺവെർസേഷൻ കംപ്ലീഷൻ ഇതൊക്കെ പ്രീവിയസ് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതന്നെ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ആ ഗ്രാമർ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടി പ്ലേലിസ്റ്റിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഉടായ്പിലേക്ക് കിടക്കാം മക്കളെ. ഉടായ്പാണ് നിങ്ങൾ മെയിനായിട്ട് കാത്തിക്കുന്നത്. അപ്പോൾ മക്കളെ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. നമ്മുടെ ട്യൂഷൻ സെന്ററിൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടൂലടാ. അപ്പോൾ നിങ്ങൾ ഇതിൽ എങ്ങനെ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യനെ ആദ്യം അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ പലപ്പോഴും ഇത് ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗത്തിൽ ഒരു പാരഗ്രാഫാണ് തരിക. അതിൽ നിന്ന് 5 ചോദ്യം തരും, അല്ലേ? അപ്പോൾ 5 ചോദ്യത്തിന് ഉത്തരം ചില കുട്ടികൾക്ക് അറിയാൻ കഴിയണമെന്നില്ല. കുറച്ച് ഏവറേജ് ഉള്ള കുട്ടിയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഒന്നും അറിയില്ലെങ്കിൽ അങ്ങനെ എഴുതാൻ കഴിയില്ല. നേരെ മറിച്ച് നന്നായിട്ട് ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ 100% ഇതിന് ഉത്തരം പെർഫെക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇതേ പാറ്റേണിൽ ഇതാ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഞാൻ പിന്നെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല, ഉടായ്പിൻ്റെ ആവശ്യമില്ല, അവർക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. എന്നാൽ ഏവറേജ് ഉള്ളൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഈ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അടുത്ത പേജിലേക്ക് വന്നാൽ ഈ 6 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു കവിത തരും, ആ കവിതയുടെ 4 ക്വസ്റ്റ്യന് അതും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഏവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് ചിലപ്പം എഴുതാൻ കഴിയില്ല. അപ്പോൾ അതൊരു കാരണവശാലും നിങ്ങൾ ഫസ്റ്റ് പേജിൽ എഴുതരുത്. പിന്നെ ഇപ്പോൾ ഏതാ നിങ്ങൾ ഫസ്റ്റ് പേജിൽ എഴുതാന്നല്ലേ മക്കൾ എന്ത് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 5 കവിതകളുണ്ട്. ആ 5 കവിതകളുടെയും അപ്രീസിയേഷൻ മക്കൾ എന്തായാലും പഠിക്കാം. ഓക്കെ, അങ്ങനെ 5 കവിതകളുടെയും അപ്രീസിയേഷൻ കാണാതെ പഠിച്ചൊരു കുട്ടിയാണ് മക്കളെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെയുള്ളവരുണ്ട്. ഒരു 50% കൂടുതൽ കുട്ടികൾ ഇപ്പോൾ എന്തായാലും 5 അപ്രീസിയേഷനും പഠിച്ചിരിക്കും. നമ്മൾ ആ തുടക്കം മുതലേ പറയുന്നത് 5 പഠിക്കണം എന്ന്. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു കവിത വരുമല്ലോ. എത്രാമത്തെ ക്വസ്റ്റ്യൻ? 10ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾക്ക് എന്ത് വിചാരിച്ചാൽ നിങ്ങൾ നല്ല വെടുപ്പിന് വീട്ടിൽ നിന്ന് എഴുതി പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ 10ാമത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് ഫസ്റ്റ് തന്നെ 10 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുക. നിങ്ങൾ ഓൾറെഡി കാണാതെ പഠിച്ചതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാനും പറ്റും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ എഴുതാൻ പറ്റും. കാരണം വീട്ടിൽ നിന്ന് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അതിൽ ഹെഡിങ് കൊടുക്കാൻ മറക്കരുത്. ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് ആണ് നാളെ വരുന്നെങ്കിൽ ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എഴുതിയിട്ട് എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ കൊടുക്കുക. അതെല്ലാം മദർ ടു സൺ ആണ് വരുന്നെങ്കിൽ മദർ ടു സൺ എഴുതിയിട്ട് നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അപ്രീസിയേഷൻ എഴുതുക. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ ഈ അപ്രീസിയേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയെങ്കിലും നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ഞാനൊരു സാധ്യത പറയാണ്. നിങ്ങൾ 2 കവിതകൾ ഞാനിപ്പം പറഞ്ഞ ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗും അതേപോലെ തന്നെ മദർ ടു സണ്ണും ഒന്ന് പഠിക്കുക. ഓക്കെ, അത്രയെങ്കിലും നിങ്ങൾ പഠിക്കുക. ഒന്നും പഠിക്കാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. പഠിച്ചാൽ എല്ലാം പഠിക്കണം പറ്റുമെങ്കിൽ അത്രയെങ്കിലും ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഈ 2 ആണെങ്കിലും ഒന്ന് പഠിക്കുക. എന്നിട്ട് ഇതാണ് വരുന്നെങ്കിൽ അതന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് എഴുതാം. എന്നാൽ ഇത് വന്നിട്ടില്ല, മേ ബി ബല്ലഡ് ഓഫ് ഫാദർ ഗില്ലിഗണോ അല്ലെങ്കിൽ പോയട്രിയോ അതും അല്ലെങ്കിൽ ബ്ലോയിങ് ഇൻ ദ വിൻഡോ വന്നെന്ന് വിചാരിക്കുക. അങ്ങനെ അതിലേതെങ്കിലും ഒന്നാണ് വന്നെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ കവിയുടെ പേരെങ്കിലും പഠിച്ചു വെക്കുക. ഏറ്റവും മിനിമം ഓരോന്നിനും. ഇപ്പോൾ പോയട്രി എന്ന് പറഞ്ഞാൽ പാബ്ലോ നെരൂദയാണ്. അതേപോലെ തന്നെ ബല്ലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W.B. Yeats ആണ്. ഇങ്ങനെയുള്ള ഓരോ പേരുകളെങ്കിലും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് പോയട്രി ആണ് വരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതെന്താ പോയട്രി ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ മോഡൽ നോക്കിയാൽ അറിയാം. പോയട്രി ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ പാബ്ലോ നെരൂദ അല്ലെങ്കിൽ എന്താ ചിലിയൻ പോയറ്റ് പാബ്ലോ നെരൂദ എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏത് കവിത വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. ഏത് കവിത വന്നു കഴിഞ്ഞാലും എഴുതാവുന്ന ഒരു ഉടായ്പ് ടിപ്പണി, അല്ലേ? അപ്പോൾ അതിൽ ഏത് കവിത വന്നാലും എഴുതാവുന്ന ചില സെൻറ്റൻസുകളിലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ തന്നിട്ടുള്ള വരികൾ
വരികൾ, ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് വരികളല്ലോ, അതൊക്കെ അവിടെ ഇവിടെ കണ്ട് എഴുതിങ്ങാണ്ട് ലാസ്റ്റിലേക്ക് കുറച്ച് വിഷ്വൽ ഇമേജ് മറ്റുള്ള സാധനങ്ങൾ എന്തെങ്കിലും കണ്ട് കൂട്ടിക്കുഴച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് 5 മാർക്ക് തന്നെ ചിലപ്പോൾ കിട്ടും. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തായാലും ഒരു 4 മാർക്കെങ്കിലും കിട്ടും. അപ്പോൾ ഏറ്റവും മിനിമം നിങ്ങൾ ഈ 2 കവിതയെങ്കിലും പഠിച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ ഉടായ്പ ടിപ്പണിയും കൂടി പഠിച്ചാൽ നിങ്ങളൊന്ന് കുറച്ചൊക്കെ ഒന്ന് സേഫ് ആവും. ഓക്കെ, അപ്പോൾ മനസ്സിലായി. ഇപ്പോൾ നമ്മൾ പഠിച്ചു തന്നെ വന്നു കഴിഞ്ഞാൽ 5 മാർക്കും കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു 4 മാർക്കെങ്കിലും കിട്ടുമല്ലോ. പക്ഷേ 5 പഠിക്കാൻ പറ്റുന്നവർ 5 പഠിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പഠിച്ചിട്ടുള്ള അപ്രീസിയേഷൻ അല്ല വന്നതെങ്കിൽ നിങ്ങൾ 10ാമത് എന്ത് ചെയ്യരുത്, അപ്രീസിയേഷൻ എഴുതരുത്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിച്ചിട്ടുള്ള അപ്രീസിയേഷൻ ആണ് വന്നതെങ്കിൽ നിങ്ങൾ 10 ഫസ്റ്റ് ചെയ്താൽ, അപ്പോൾ ഫസ്റ്റ് പേജ് ഫുള്ള് നമുക്ക് എന്ത് കിട്ടി, 5 മാർക്ക് കിട്ടി, ഫുൾ ശരിയായി. അപ്പോൾ നിങ്ങളുടെ വാല്യുവേറ്റർ ഹാപ്പി ആയി അല്ലേ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വിചാരിച്ചാൽ, അടുത്ത് നമുക്കറിയാം പുറത്തുനിന്നുള്ളൊരു ചോദ്യമാണ് 5 എണ്ണം, അത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 11 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻ, അതും നിങ്ങൾ ഫസ്റ്റ് ചെയ്തരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ലാസ്റ്റ് എഴുതിയാൽ മതി. പിന്നെ 16, 17 റൈറ്റപ്പ് അല്ലെങ്കിൽ നറേഷനാണ് അല്ലേ, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അതും നിങ്ങൾ ഫസ്റ്റ് ചെയ്തേണ്ട. അത് ഫസ്റ്റ് എഴുതിയാൽ തന്നെ കുറേ ടൈം മിസ്സാവും. ഇനിയിപ്പോൾ നന്നായിട്ട് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ പോലും അത് ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ വെറും 7 മാർക്കാണ്. ആ 7 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ 10-20 മിനിറ്റ് ഒക്കെ ആലോചിച്ച് കുറേ എഴുതി കുത്തിരിക്കും. നേരെ മറിച്ച് ആ 20 മിനിറ്റിൻ്റെ 20 വൺ വേർഡ് എഴുതിയാൽ 20 മാർക്ക് നമുക്ക് കിട്ടും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം ചെറിയത് പെട്ടെന്ന് ആലോചിച്ചിട്ടുണ്ടാക്കുന്ന ഗ്രാമറുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന കുട്ടികൾ ആദ്യം അതൊക്കെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ടൈമും സേവ് ചെയ്യാൻ പറ്റും. അപ്പം നന്നായിട്ട് അറിയാവുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ ഒന്ന് അറിയാത്തൊരിത് ഇതൊന്നും എന്തായാലും എന്ത് ചെയ്യില്ല, ഈ ആവറേജ് കുട്ടികൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവില്ല സമ്മറികളൊന്നും. അതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യുക, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ നിങ്ങൾ ഏതുമെന്ന് തുടങ്ങും അല്ലേ, നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലല്ലോ. മക്കൾ എന്ത് വിചാരിച്ചാൽ ഈ 18ാമത്തെ ക്വസ്റ്റ്യനിലിടാം ഒരു നോട്ടീസ് ആവും. ശ്രദ്ധിച്ചോ, ഒന്നും പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ 18ാമത്തെ ക്വസ്റ്റ്യൻ നോട്ടീസ് ആയിരിക്കും. ആ നോട്ടീസിൻ്റെ നമ്മൾ ഉടായ്പ ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റ് അങ്ങോട്ട് ഫസ്റ്റ് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, കവിത നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ കവിതയുടെ അപ്രീസിയേഷൻ ഫസ്റ്റ് പേജിൽ എഴുതുന്നു, 5 മാർക്ക് നമ്മൾ നേടുന്നു. ശ്രദ്ധിച്ചോ, ഓക്കെ, 5 മാർക്ക് നമ്മൾ നേടുന്നു. അത് കഴിഞ്ഞിട്ട് നോട്ടീസിൻ്റെ നമ്മുടെ ഉടായ്പ ഫോർമാറ്റ് പഠിച്ചേക്കുന്നു. അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക, എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്ന് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്ക്, ഒരു 1/2 മാർക്ക് പോലും മിസ്സാവാൻ പോണില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിൽ ഡയറി ഉണ്ട്, ഡയറി ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഡയറിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്കില്ല. കാരണം 19ാമത്തെ അല്ല 20ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരിക ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഉടായ്പ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഏത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഏത് പാരഗ്രാഫ് വന്നാലും അതിന് 5 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എന്തായി, 2 പേജ്, അതായത് ഒരു പേജിൽ നമ്മുടെ അപ്രീസിയേഷൻ വന്നു, അടുത്ത പേജിൽ നോട്ടീസ് വന്നു, 3ാമത്തെ പേജിൻ്റെ ഒരു 1/2 പേജിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ എഴുതി. അപ്പോൾ 2.5 പേജ് എഴുതിയപ്പോൾ തന്നെ നമുക്ക് 15 മാർക്ക് വന്നേ. നിങ്ങളുടെ എക്സാമിനർ എപ്പോഴത്തേന് പേപ്പർ വാലിഡിറ്റി നാളെ ഫ്ലാറ്റ് ആവും. കാരണം നല്ല പഠിക്കുന്ന കുട്ടിയാണല്ലോ, എഴുതിയതൊക്കെ ശരിയാണല്ലോ എന്നുള്ളൊരു നിഗമനത്തിലായി എടുത്തു. അടുത്തായിട്ട് മക്കൾ ചെയ്യേണ്ടത് നമുക്ക് 21 മുതൽ 25 വരെയുള്ള 24 വരെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ മക്കൾ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാരക്ടർ സ്കെച്ച് ആണ്, മറ്റൊന്ന് ലെറ്റർ ആണ്. ഈ 2 അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ ഈ പാരഗ്രാഫ്, ന്യൂസ് റിപ്പോർട്ട് ഇതൊക്കെ നമുക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ട്, ഉണ്ടാക്കി എഴുതാനുള്ളതാണ്. ഇനി അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള വല്ല റൈറ്റപ്പ് സമ്മറി ഞാൻ കുറേ തന്നിട്ടുണ്ട്. ആ സമ്മറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തിന് അതന്നെയാണ് പാരഗ്രാഫിന്. ഇപ്പോൾ ഉദാഹരണത്തിന് വാങ്കയുടെ സമ്മറി പഠിച്ചു, വാങ്കയുടെ പാരഗ്രാഫാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയി, സുഖമായി, അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. പാരഗ്രാഫായിട്ട് ഒന്ന് ഷോർട്ടായിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള സമ്മറിയാണ് പാരഗ്രാഫ് വരുന്നെങ്കിൽ അതിൻ്റെ എഴുതിക്കൊണ്ടി. അതല്ലെങ്കിൽ മക്കൾ നമ്മുടെ ലെറ്ററിൻ്റെ ഉടായ്പ ഫോർമാറ്റ് ഉണ്ട്, അതേപോലെ ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഉടായ്പ ഫോർമാറ്റ് ഉണ്ട്. അത് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചേക്കുക. ഇത് ലെറ്ററിൻ്റെ ഫോർമാറ്റും ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഫോർമാറ്റ് എന്തായാലും പഠിച്ചിരിക്കണം. പക്ഷേ നിങ്ങൾ 4ാമത് എഴുതേണ്ട അതല്ല കേട്ടോ. അപ്പോൾ 3 എഴുതിയിട്ടുള്ളൂ. 4ാമത് എഴുതേണ്ട ക്വസ്റ്റ്യൻ 25ാമത്തതാണ് പ്രൊഫൈൽ. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പ്രൊഫൈൽ ചെയ്യേണ്ട രീതി നമ്മുടെ ഉടായ്പ ഫോർമാറ്റിൻ്റെ സ്ഥാനത്തിലുണ്ട്. അതെന്തായാലും ഡിസ്കസ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ പഠിച്ചാൽ 6 മാർക്കാണ്. അപ്പം നോക്കിയാൽ 15 + 6 21 മാർക്ക്. നമ്മൾ വെറും 4 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്രീസിയേഷൻ, അതേപോലെ തന്നെ നോട്ടീസ്, പിന്നെ നമ്മുടെ എന്താ പറയുക ക്വസ്റ്റ്യനെയർ, അതേപോലെ തന്നെ ഇത് പ്രൊഫൈൽ അല്ലേ. ഇത്രയും സാധനം 4 ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയ മാർക്ക് എത്രയും മക്കളെ 21 മാർക്കാണ്. നമ്മുടെ 3 പേജ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്രീസിയേഷൻ ഒരു പേജ്, നോട്ടീസ് ഒരു പേജ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യനെയറും പ്രൊഫൈലും കൂടി ഒരു പേജ്. 21 മാർക്ക് നമുക്ക് സ്കോർ ചെയ്തു. ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല, നല്ല വൃത്തിയിലാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൊഫൈൽ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. പ്രൊഫൈൽ നോട്ടീസിനൊക്കെ ബോക്സ് വരയ്ക്കണം. ബോക്സിന് 1/2 മാർക്കുണ്ട്, മിസ്സാക്കരുത്. പ്രൊഫൈൽ, നോട്ടീസ്, ലെറ്റർ ഇതിനൊക്കെ നമുക്ക് എന്താണ് ബോക്സ് വേണം. അതേപോലെ തന്നെ പ്രൊഫൈൽ ശ്രദ്ധിച്ചോണ്ടി. പ്രൊഫൈൽ, റൈറ്റപ്പ് അല്ലെങ്കിൽ നറേഷൻ, ക്യാരക്ടർ സ്കെച്ച്, സ്പീച്ച് ഉണ്ടെങ്കിൽ സ്പീച്ച്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പാരഗ്രാഫ് റൈറ്റിംഗ്, ഇങ്ങനെയുള്ള സാധനത്തിന്. പിന്നെ അപ്രീസിയേഷൻ, ഇതിനൊക്കെ ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് ആയിട്ട് ആ പാഠത്തിൻ്റെ പേരെങ്കിലും കൊടുത്താൽ മതി. ഹെഡിങ്ങിന് 1/2 മാർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ മിസ്സായാൽ ഈ ബോക്സ് വരയ്ക്കേണ്ടതിന് ബോക്സ് വരയ്ക്കാതിരുന്നാലും ഹെഡിങ് കൊടുക്കേണ്ടതിന് ഹെഡിങ് കൊടുക്കാതിരുന്നാലും ടോട്ടൽ ഒരു 5-6 മാർക്ക് നിങ്ങൾക്ക് മിസ്സാവും. അതൊരിക്കലും മിസ്സാക്കരുത്. അപ്പം അതൊക്കെ വെറുതെ കളയുന്ന മാർക്കാണ്. ചില കുട്ടിക്ക് A+ നഷ്ടപ്പെടാനുള്ള കാരണം കൂടി അതാണ്. അപ്പോൾ അത് മിസ്സാക്കരുത്, അതുകൂടി ചെയ്യാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 21 മാർക്ക് കിട്ടിയില്ല മക്കളെ. ഇനി മക്കൾ
മക്കൾ ചെയ്യേണ്ടതാ ഈ ചോദ്യം തന്നെ 26 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കിവിടെ മേലെ ബോക്സോ എന്തെങ്കിലും തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉത്തരം കണ്ടെത്താനാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ ഏത് കുട്ടിക്കും ശരിയാക്കാൻ പറ്റും. അപ്പോൾ അതെന്തായാലും ശരിയാക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സുഖമായിട്ട് കിട്ടും. അപ്പം തന്നെ 5 കൂടി കിട്ടി. എത്രയാ? നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 4 ക്വസ്റ്റ്യനും പിന്നെ 5 9 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് 26 മാർക്ക് കിട്ടി. ഓക്കെ, 26 മാർക്ക് ജയിക്കാനുള്ളവരൊക്കെ ഇപ്പം തന്നെ ജയിച്ച് കഴിഞ്ഞു അല്ലേ? പ്രശ്നം കഴിഞ്ഞു. 26 40 20 സി മാർക്കുണ്ട്. ഇപ്പം തന്നെ 46 മാർക്ക് കിട്ടി നമുക്ക്. അടിപൊളി. C+ൻ്റെ അടുത്തെത്താനായി അല്ലേ? ഇനി നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ എഴുതിയുള്ളൂ. ഇനി ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് എഴുതാൻ കിടക്കുകയാണ്. ഇത്ര എഴുതിയതിനു ശേഷം മക്കൾ എന്ത് വിചാരിച്ചാൽ നേരെ പറഞ്ഞ 23 ഒന്ന ലെറ്റർ ഇല്ല, 23 ആവണമെന്നില്ല, ചിലപ്പോൾ 23 തന്നെ ആയിരിക്കും. ആ ലെറ്റർ എഴുതുന്ന അടുത്ത് ലെറ്ററിനെ നമ്മുടെ ഫോർമാറ്റ് വൃത്തിയാക്കിയിട്ട് നല്ല ബോക്സ് ഫ്രഷ് പേജ്, ഇതൊക്കെ ഫ്രഷ് പേജിൽ ഇതിനെ ആ ലെറ്ററൊക്കെ ഇങ്ങോട്ട് എഴുതുന്നു ഫ്രഷ് പേജിൽ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, ക്യാരക്ടർ സ്കെച്ച് ലെറ്റർ കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ആ ബാക്കിയുള്ളടത്ത് ക്യാരക്ടർ സ്കെച്ച് എഴുതിയതിനു ശേഷം ലെറ്റർ എഴുതിയാലും മതി. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ പഠിച്ചതല്ലെങ്കിൽ നമ്മുടെ ഉടായ്പ സാധനം എഴുതുക, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കണ്ട് ചീരി വെച്ച് കൊടുക്കുക. അതിൻ്റെ എല്ലാ ക്യാരക്ടറിൻ്റെയും പ്രധാനപ്പെട്ട സാധനങ്ങൾ ചെയ്തൊരു വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അതിന് 2-3 പോയിന്റ് എല്ലാ ക്യാരക്ടേഴ്സിനും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും മിസ്സാവില്ല. ഒരു പേജ് ഫുള്ളായിട്ട് എഴുതാൻ പറ്റിയാണ്ട് നിറയ്ക്കുക. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് നിറച്ചോളി, പ്രശ്നമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഷ്ടംപോലെ സാധനങ്ങളില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യനോ സമ്മറി ഒക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ അതിനുള്ളിൽ കയറ്റി കൊടുത്താൽ മതി. പറ്റുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സമ്മറിൻ്റെയും ഒരു പാരഗ്രാഫെങ്കിലും പഠിച്ചു വെച്ചാൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ മാർത്തിൻ്റെ സ്കോളർഷിപ്പ് ജാക്കറ്റിൽ ഒരു പാരഗ്രാഫ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരാണ് നിങ്ങൾക്ക് അത് ചേർത്ത് വെച്ചെടുക്കുക. ഇനി അതേപോലെ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീൻ്റെ അഡ്വഞ്ചേഴ്സ് അല്ല, നമ്മുടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ മേഡിൻ്റെ ഈ പാരഗ്രാഫ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമ്മറി പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോണിൻ്റെയോ ക്രോണിൻ്റെയോ ക്യാരക്ടർ സ്കെച്ച് വരാണെങ്കിൽ അതിൽ ചീരി കൊടുക്കാം. ഇനി അതെല്ലാം കാസ്റ്റവൻ്റെ സമ്മറി പഠിച്ചിട്ടുണ്ടെങ്കിൽ കിരണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരാണെങ്കിൽ അതിൽ വെച്ച് കൊടുക്കാം. ഇനി അതെല്ലാം നമ്മുടെ സ്നേക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ സ്കെച്ച് പഠിക്കുകയാണെങ്കിൽ ഹോമിയോപ്പതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരികയാണെങ്കിൽ നമുക്ക് അത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ എന്താ പറയുക മാർത്തയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആണെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എന്താണോ നമ്മളൊരു സമ്മറി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ചാപ്റ്ററിൻ്റെ ഭാഗം അതിൻ്റെ ഇടയിൽ ചീരി കൊടുത്താൽ മതി നമ്മുടെ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞിട്ടുള്ള 6 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെ ഒക്കെ ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. അതേപോലെ തന്നെ ഈ 5 അറ്റൻഡ് ചെയ്തു. ഇനി നമ്മൾ അറ്റൻഡ് ചെയ്യണമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ പല കോലത്തിലും അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കണം, അതൊന്നും മാറിപ്പോകരുത്. അപ്പോൾ കൃത്യമായിട്ട് നല്ല വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻസ് എഴുതാൻ പോകണം. അപ്പം ഗ്രാമറാണ് ലാസ്റ്റുള്ളത്. ഗ്രാമറിലേക്ക് ഒന്നും പോകരുത്. പകരം നിങ്ങൾ അടുത്തായിട്ട് പോകേണ്ടത് നമ്മൾ നേരത്തെ ഒഴിവാക്കി വിട്ട 5 ക്വസ്റ്റ്യൻ ഇല്ലടാ, അതായത് 11 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻ ഒരു പാരഗ്രാഫ് പുറത്തു തന്നിട്ടുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇതാക്കി നോക്കിയാൽ why did the frogs on the safe side shout in the frogs in the pit to give up trying to escape എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം ഒരു കൊണ്ടും മനസ്സിലായില്ല. നിങ്ങളിതിൽ ഓരോ വേർഡ്സ് നോക്കുക, എന്നിട്ട് ഈ പാസേജ് ഇങ്ങനെ വായിക്കുക. പാസേജ് വായിക്കുമ്പോൾ അതിലിപ്പോൾ ഇവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. സം ഫ്രോഗ്സ് വേർ ട്രാവലിംഗ് ത്രൂ ദ വേർഡ്സ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു വേർഡ് ഇപ്പോൾ ഇവിടെ നോക്കി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സേഫ് അപ്സൈഡ് എന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇവിടെ എസ്കേപ്ഡ് ഔട്ട് ഓഫ് ഇറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വാക്കുകളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്കാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വാക്കായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് അങ്ങോട്ട് എഴുതിച്ചാൽ ഈ പാരഗ്രാഫ് മൊത്തം എഴുതിക്കരുത്. മാക്സിമം പോയ 2 സെൻറ്റൻസ് എഴുതിയേക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടി ആൻസർ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നേരത്തെ മൊത്തം നിങ്ങൾ ശരിയാക്കിയത് കൊണ്ട് തന്നെ ഇതിൽ 1/2 മാർക്ക് പോലും കുറയ്ക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് കൊണ്ടുപോയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് ആണ്, നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് അവർ ഒഴിവാക്കും. നേരെ മറിച്ച് നിങ്ങൾ ആദ്യമൊക്കെ ഡയറി മറ്റുള്ളൊക്കെ എഴുതി നല്ല വൃത്തിയാക്കി അത്യാവശ്യം മാർക്കൊക്കെ നേടി. ഇപ്പോൾ അല്ലേ 10-20 മാർക്ക് നിങ്ങൾ നേടി. അപ്പം നിങ്ങളെക്കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ കിട്ടി, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇതൊക്കെ നിങ്ങൾ എഴുതിയോട് കൂടിയിട്ട് ഇനിയുള്ള ഈ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ മാഷം കിട്ടും ക്ഷമിച്ചോളും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ആ എഴുതിയതിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് തന്നെ കിട്ടും, അല്ലെങ്കിൽ ഒരു 1/2 മാർക്കെങ്കിലും എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മക്കൾ എന്ത് വിചാരിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ഫസ്റ്റ് 5 എഴുതാം. ഓക്കെ, അപ്പോൾ മറ്റേത് എഴുതിയതിന് ശേഷമാണ് ഈ ഫസ്റ്റ് 5 എഴുതേണ്ടത്. ഇത് എഴുതുമ്പോൾ ഇത് ഓർഡർ തന്നെ ഇരിക്കും. 1 2 3 4 5 എഴുതുക, ഇതിനുള്ളിൽ നിർത്തി എഴുതുക, അങ്ങോട്ട് വെച്ചിട്ട് കാച്ച. ഇതിന് ഞാൻ ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ കാച്ച, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലൂടെ കിട്ടുമെങ്കിൽ അങ്ങനെ എഴുതിക്കോളി. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊക്കെ അതിന് ശേഷം എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കവിതൻ്റെ ഈ 4 ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇടയിൽ എഴുതിയത് കൊണ്ട് തന്നെ ആദ്യമൊക്കെ നല്ല ശരിയത്ര എഴുതിയോണ്ട് തന്നെ ഇതിനൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ 1/2 മാർക്കെങ്കിലും ഇട്ടുതരാൻ മാഷ് തയ്യാറാവും. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞതിന് ശേഷം മക്കൾ ചെയ്യേണ്ടത് എന്താ വിചാരിച്ചാൽ നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 18, 19 റൈറ്റപ്പ് അല്ലെങ്കിൽ നറേഷൻ, അതിന് ശേഷമാണ് എഴുതേണ്ടത്. അതിന് ഞാൻ പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ കാസ്റ്റവേലത്തെയോ അല്ലെങ്കിൽ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ നറേഷനോ റൈറ്റപ്പോ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ അതിൻ്റെയൊക്കെ സമ്മറികൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാരഗ്രാഫ് വൃത്തിക്ക് എഴുതുക. പിന്നെ ആ പാരഗ്രാഫിനെ തിരിച്ച് മറിച്ചൊക്കെ എഴുതിങ്ങാണ്ട് എങ്ങനെയെങ്കിലും ഒരു 1.5 പേജെങ്കിലും എത്തിക്കുക. 2 പേജ് എഴുതണം എന്നാണ്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 1.5 പേജെങ്കിലും എത്തിക്കുക. അതിനിടയിൽ മക്കൾക്ക് വേണമെങ്കിൽ ഈ ഫസ്റ്റൊക്കെ തരുന്ന പാരഗ്രാഫൊക്കെ ഉണ്ടല്ലോടാ,
ഈ ഫസ്റ്റ് തരുന്ന ഈ പാരഗ്രാഫ്, അതേപോലെ തന്നെ നമ്മുടെ ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ്റെ വരുന്ന പാരഗ്രാഫ്, ഈ ഒരു പാരഗ്രാഫ്, ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അവിടെ ഇവിടെ അതിൻ്റെ അതേപോലെ ഒക്കെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ എടുത്തുള്ള സെൻറ്റൻസുകളൊക്കെ അതിൻ്റെ ഇടയിൽ കുത്തിച്ചീര പെട്ടെന്ന് മനസ്സിലാവാത്ത കോലത്തിൽ എല്ലാ പാരഗ്രാഫിൻ്റെയും സ്റ്റാർട്ടിങ് സെൻറ്റൻസ് ആ ചാപ്റ്ററത്തെ സാധനം തന്നെ ഇട്ടുകൊടുക്കുക. അങ്ങനെയൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ആ 1.5 പേജ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അതിനൊരു കുറച്ചൊരു മാർക്ക്, ഒരു 5 മാർക്കെങ്കിലൊക്കെ ഇട്ട് തരാൻ മൂപ്പർ റെഡി ആയിക്കോളും. നിങ്ങൾ എഴുതാൻ വേണ്ടി ട്രൈ ചെയ്തതിനെങ്കിലും. പക്ഷേ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഹെഡിങ് കൊടുക്കണം, പാരഗ്രാഫ് തിരിക്കണം, ആദ്യത്തെ സെൻറ്റൻസ് ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ ഇടണം, ഓരോ സെൻറ്റൻസിനെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഇടണം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമുക്ക് അത്യാവശ്യം മാർക്കായി, 19 മാർക്കോളായി അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്രാമറുകൾ ഒന്നും അറിയാത്തവർ ലാസ്റ്റ് എഴുതാൻ പാടുള്ളൂ. അറിയാവുന്നവർക്ക് ഗ്രാമർ ഫസ്റ്റ് ചെയ്തിട്ട് അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ അറിയാത്തവർ ഗ്രാമർ ലാസ്റ്റിലേക്ക് എഴുതുക. അപ്പോൾ നമുക്ക് ഗ്രാമറിനുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 21ാമത്തെ ചോദ്യം മുതലല്ലേ ഗ്രാമർ തുടങ്ങുന്നത്. അപ്പോൾ 21ാമത്തെ ചോദ്യം റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്കില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ നാളത്തെ പരീക്ഷയിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് വരിക. റായിയോ വാങ്കയോ ആരെങ്കിലും ഒരാളുടെ ഒരു ഡയലോഗ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതെന്തായാലും WH ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. ഇതേപോലെ തന്നെ ഹെൽപ്പിംഗ് വെർബ് ഡു വരാനാണ് കൂടുതൽ ചാൻസ്. കാരണം മോഡൽ എക്സാമിൻ്റെ ഏകദേശം അതേ കോപ്പി തന്നെയാണ് പബ്ലിക് എക്സാമിന് സാധാരണ വരാറുള്ളത്. അപ്പോൾ ചെറിയ വേരിയേഷനെ വരുള്ളൂ. മിക്കവാറും ഒരു ഡു വെച്ചിട്ട് തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഇപ്പോൾ വേർ ഡൂന്നോ വൈ ഡൂന്നോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുള്ളൊരു വാട്ട് ഡൂ എന്നൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അലി ചോദിക്കുന്നത്, അക്ബർ ചോദിക്കുന്ന അലിയോട് ചോദിക്കുന്നത് എന്ത്, വാട്ട് ഡു യു വാണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ ചിലപ്പം ചോദിക്കും, വാട്ട് ഡു യു വാണ്ട് അല്ലേ. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം റായ് ആസ്ക്ഡ് തോററ്റ് എന്ന് എഴുതാം. ശ്രദ്ധിക്കുക, റായ് ആസ്ക്ഡ് തോററ്റ് എന്ന് എഴുതിയതിനു ശേഷം ഈ വൈ എഴുതാം. ഇതേമാതിരി ഞാനിപ്പോൾ എഴുതുന്ന മാതിരി റായ് ആസ്ക്ഡ് തോററ്റ്, തോററ്റിനെ ടി ക്യാപിറ്റൽ എഴുതണേ, തോററ്റ്. ഇനിയിപ്പോൾ അതെല്ലാം റായി അല്ല, റായിക്ക് പകരം അവിടെ വാങ്കയാണെങ്കിൽ വാങ്ക അലിയാക്കിനോട് ചോദിക്കണമെങ്കിൽ വാങ്ക ആസ്ക്ഡ് അലിയാക്കിൻ. ഇനി അതല്ല അലി അക്ബർ അലിയോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, അക്ബർ ആസ്ക്ഡ് അലി. ഓക്കെ, അങ്ങനെ എഴുതി വെച്ചാൽ മതി. എന്നിട്ട് അതിന് ശേഷം ഇവിടെ എന്താണോ സ്റ്റാർട്ടിങ്ങിലെ വേർഡ്, ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ, വാട്ടോ വിച്ചോ വയ്യോ ഏതെങ്കിലും ഒന്ന് വരില്ലേ. അത് ഇവിടെ ഇപ്പോൾ വൈ ആയതുകൊണ്ട് വൈ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ വാട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ട് എഴുതാം. അടുത്തതിൽ വാട്ട്. ഇപ്പോൾ അലി, അക്ബർ ആസ്ക്ഡ് അലി, ഇവിടെ അക്ബർ ആണെങ്കിൽ കേട്ടോ അക്ബർ. ഓക്കെ, അക്ബർ ആസ്ക്ഡ് അലി വാട്ട് അല്ലേ. അപ്പോൾ എന്താണ് ആ ക്വസ്റ്റ്യൻ വേർഡ് എഴുതുക. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവും. ഡുവോ ഡസോ ഈസോ എമോ ആറോ ഏതെങ്കിലും ഉണ്ടാവും. എന്തായാലും അതൊന്നും നിങ്ങൾ നോക്കണ്ട. രണ്ടാമത്തെ വേർഡ് ഇല്ലേ, ആ രണ്ടാമത്തെ വേർഡ് തൽക്കാലം മറക്കുക. പകരം നിങ്ങൾ എന്താ വെച്ചാൽ മൂന്നാമത്തെ വേർഡ് കണ്ടോ, യൂന്ന്. ആ യൂന്ന് നിങ്ങൾ ഒന്നും നോക്കണ്ട. ആ യു എന്ന് പറഞ്ഞാൽ ഇയാളാണ്. മനസ്സിലായില്ലേ? ഇയാൾ നിങ്ങൾക്ക് കഥാപാത്രങ്ങളൊക്കെ അറിയല്ലോ. ഇതിപ്പോൾ ഇവിടെ വാങ്കയാണെങ്കിൽ വാങ്ക ഒരാണാണ്, തോററ്റ് ആണാണ്. ഇനിയിപ്പോൾ ഓണ്ട് ആണോ, ഓണ്ട് ജെയിൻ പെണ്ണാണ്. അപ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആണാണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ഹീന്ന് ഇതാ. പെണ്ണാണ് ഷീന്ന് ഇതാ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണം. ഞാൻ ഏറ്റവും സിമ്പിളോടായിപ്പോട്ടെ പറയണത്. അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടി. ഓക്കെ, പിന്നെ നിങ്ങളുടെ വാക്ക് കണ്ട് തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടി. ഇത്രയും സാധനം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ കണ്ട ഒരു വെർബ് എന്തായാലും ഈ സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നിങ്ങൾക്കൊരു വെർബ് ഉണ്ടാവും. അവിടെയാണ് നമ്മുടെ കറക്റ്റ് ഉത്തരമുള്ളത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അഥവാ നാളത്തെ ഇതിൽ ഡു തന്നെയാണെങ്കിൽ, ഡുവോ അല്ലെങ്കിൽ ഡസോ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഈ വെർബിനെ നേരെ V2 ഫോമിലേക്ക് കണ്ട് മാറ്റിയാൽ മതി. ബ്രിങ്ങിൻ്റെ V2 എന്ന് പറഞ്ഞാൽ ബ്രോട്ടാണ്. ഓക്കെ, വാട്ട് ഹി ബ്രോട്ട്, ഇതാണ് പരിപാടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വാണ്ടല്ലേ യു കഴിഞ്ഞിട്ട് വാണ്ടിനെ നേരെ വാണ്ടഡ് ആക്കിയാൽ മതി. ഇത് വേണ്ട. അപ്പോൾ വാട്ട് ഹി വാണ്ടഡ്, യു ഹി ആവുമല്ലോ, ഹി വാണ്ടഡ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, സോ ഇവിടെ ബ്രോട്ട് എഴുതിയിട്ട് 2 ടൈഗേഴ്സ് എഴുതിയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്താൽ നമ്മൾ ഉത്തരം ശരിയായി. ഇനി അതല്ല ഇവിടെ ഡൂന് പകരം ആറാണ് വന്നതെന്ന് വെച്ചോ. ഈസ് ആമ 6 വാസും വേറെ കണ്ടില്ല, 6ആണ് വന്നു വെച്ചോ. ഈ ഈസും ആറും ആമും 6ഉം വാസും വേറെ വന്നാൽ ING ഫോമിലേക്ക് മാറും വെർബ് അല്ലേ. അപ്പോൾ വാട്ട് ആർ യു ബ്രിങ്ങിങ് 2 ടൈഗേഴ്സ് എന്നാണ് ഈ മനുഷ്യൻ ചോദിച്ചതെന്ന് വിചാരിച്ചോ. അപ്പോഴും നമ്മൾ ഇതേമാതിരി തന്നെ റായ് ആസ്ക്ഡ് തോററ്റ് വൈ ഹി, ഇതുവരെ കറക്റ്റ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ബ്രോട്ട് എന്നല്ല നമ്മൾ എഴുതിയത്, അതിന് പകരം ഇവിടെ ഈസ് ആമ 6 വന്നിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ വാസാക്കുക. ഓക്കെ, ഇവിടെ ഹി അല്ല ഇത്, ഹി അതുകൊണ്ട് വാസാക്കുക. നിങ്ങൾ അത്ര പഠിച്ചത് വാസോ വേറോ ആക്കണം. എന്തായാലും ഹി വന്നാൽ വാസേ വരുള്ളൂ. വാട്ട് ഹി വാസ് ബ്രിങ്ങിങ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ട് ആർ യു ഡൂയിങ് എന്നാണ് ചോദിച്ചെങ്കിലോ, വാട്ട് ആർ യു ഡൂയിങ് എന്നാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്താ ഇതിൻ്റെ വാട്ട് ഹി എന്താ വാസ് ഡൂയിങ്. ഓക്കെ, അപ്പോൾ ഈ സേമ മറക്കുന്ന വാസ് അല്ലെങ്കിൽ വേറെ ആവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടെക്നിക്കൽ ഉപയോഗിച്ചാൽ മതി. ഇത് ഉപയോഗിച്ചാൽ ഒന്നുകിൽ ഒരു മാർക്ക് ഫുള്ള് കിട്ടും, അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇനി റിപ്ലൈ നോക്ക്. ഇഫ് വൺ ഡസൻറ്റ് ആക്ട് വെൽ വി ക്യാൻ യൂസ് ദ അതർ എന്നാണ് പറഞ്ഞില്ല. ആരുടെ മറുപടി തോററ്റിൻ്റെ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തോററ്റ് റിപ്ലൈഡ് ദാറ്റ്, അത്ര ഇതാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. തോററ്റ് റിപ്ലൈഡ് ദാറ്റ് എന്ന് എഴുതുക. റിപ്ലൈഡിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കണം. REPLIED ആണ്. റിപ്ലൈഡ് കഴിഞ്ഞാൽ ദാറ്റ് എന്തായാലും വെക്കണം. ദാറ്റ് എഴുതിയിട്ട് ഈ സാധനം ഇതേമാതിരി എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടും. റിപ്ലൈ അതേമാതിരി എഴുതി വെച്ചാൽ തന്നെ 1/2 മാർക്ക് കിട്ടും. എന്നാൽ ഇവിടെ നിങ്ങൾ
ഇതാ ഇതേമാതിരി ഡസിൻ്റോ ഡിഡിൻ്റോ അല്ലെങ്കിൽ ഈസിൻ്റോ ആമിൻ്റോ ആറിൻ്റെ എന്തെങ്കിലും കണ്ടിട്ട് നേരെ പാസ്റ്റിലേക്ക് മാറ്റിയാൽ മതി. ഡസിൻ്റെ ആണെങ്കിൽ ഡിഡിൻ്റ് എന്നാക്കുക, പിന്നെ അതേപോലെ തന്നെ ഡുനോട്ട് ആണെങ്കിലും ഡിഡിൻ്റ് എന്നാക്കുക, വില്ലാണെങ്കിൽ വുഡ് എന്നാക്കുക, ഈസ് ആറൊക്കെ ആണെങ്കിൽ വാസ് വേറെ ആക്കുക. അങ്ങനെ ആക്കിയാൽ നേരെ പാസ്റ്റിലേക്ക് ആക്കുക. ഇനി ഇവിടെ ക്യാനാണ്, ക്യാനെ നേരെ വുഡ് ആക്കുക, അല്ലെ വില്ലിനെ വുഡ് ആക്കുക, മേനെ മൈറ്റ് ആക്കുക. ഇങ്ങനെ നേരെ പാസ്റ്റിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ആൻസർ വരിക ഇഫ് വൺ ഡിഡ് നോട്ട് ആക്ട് വെൽ വി കുഡ് യൂസ് ദ അതർ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നേരെ ഈ ഇഫ് ക്ലോസിൻ്റെ ഒരു സാധനമാണ്. ഇഫ് ക്ലോസ് നേരെ സെക്കൻഡ് ഫേസിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഉദാഹരണത്തിന് റിപ്പോർട്ട് ചെയ്യാനുള്ള വേർഡ് ഹി ഈസ് എ ബോയ് എന്നാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി വാസ് എ ബോയ്, ഈസ് വാസ് ആയി. ഓക്കെ, ഇനിയിപ്പോൾ വേറെ ഒന്നിൽ പറയുകയാണെന്ത് ഷീ ഹാസ് എ ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നേരെ ഷീ ഹാഡ് എ ഗേൾ നൗ, ഹാസ് ഹാഡ് ഔ. ഇത്ര കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് സ്പീച്ച് അത്ര വലിയ സംഭവമല്ല, സിമ്പിളാണ്. ഇത്രയും കാര്യങ്ങൾ ഇത്. അപ്പോൾ ഇത് ഏകദേശം നിങ്ങളുടെ ശരിയായി തന്നെ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് എഴുതാതിരിക്കരുത്, അറ്റൻഡ് ചെയ്തിട്ട് ഏകദേശം ഈ മോഡൽ വന്ന ഒരു മാർക്കാണ് കേട്ടോ, മിസ്സാക്കരുത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് വന്നാൽ നമുക്ക് വേറെയും ഒരുപാട് ഗ്രാമറുകൾ ഇല്ലടാ. ഈ ഗ്രാമറിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫ്രേസൽ വെർബ് അല്ലടാ. ഫ്രേസൽ വെർബിന് നമുക്ക് ഉടായ്പ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ആദ്യം ഒരു ഉടായ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി 5 എണ്ണം തന്നിട്ടുണ്ട്. 4 എണ്ണത്തിൽ 5 ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഉടായ്പ് കാര്യമായിട്ട് നടക്കൂല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഫ്രേസൽ വെർബുകളൊക്കെ കാണാതെ പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ പുട്ടപ്പ് വിത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഫ്രേസൽ വെർബ്, അതിൻ്റെ അർത്ഥം എന്താ സഹിക്കുക. പിന്നെ കെയിം അക്രോസ്, കെയിം അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം അല്ലേ. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ കാണുക, നിങ്ങൾ കാണുക എന്ന് പഠിച്ചാൽ മതി. ദെൻ ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ആവുമല്ലേ, ഞെട്ടിപ്പോവുക അല്ലേ സ്റ്റാർട്ടിൽ. പിന്നെ പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് എന്നാണ് നിങ്ങൾ സംസാരിക്കുക എന്ന് പഠിച്ചാൽ മതി. പിന്നെ മെയ്ഡ് അപ്പ് ഹർ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക. എത്ര സിമ്പിളായിട്ട് അർത്ഥം പഠിച്ചാൽ മതി. സോ ഇവിടെ നോക്കി, കിരൺ ഡാഷ് ടു ഗിവ് അപ്പ് നീലകണ്ഠ സം സർപ്രൈസ് ഗിഫ്റ്റ്. കിരൺ നീലകണ്ഠന് എന്തൊക്കെയോ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ എന്ത് ചെയ്തു, തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് എന്നാണ് വരിക. പിന്നെ അടുത്തത് എന്താണ്, ഷീ ഡാഷ് സതീഷ് ഇങ്ക് സ്റ്റാൻഡ് ഇൻ ഇറ്റ്. അവന് അതിനകത്ത് അവൾ എന്ത് ചെയ്തു, സതീഷിന്റെ ഇങ്ക് സ്റ്റാൻഡ് കണ്ടു. അപ്പോൾ കെയിം അക്രോസ്, രണ്ടാമത്തെ കെയിം അക്രോസ്. ഇതിനടുത്ത് ഷീ വാസ് ഡാഷ് ആസ് ഷീ സോ ഇറ്റ്. അവൾ അത് കണ്ടപ്പോൾ ആകെ എന്തായി, ഞെട്ടി അല്ലെങ്കിൽ സർപ്രൈസ് ആയി. അപ്പോൾ ടേക്കൺ എ ബാക്ക്. ഇതിനടുത്ത് എന്താ, ഷീ നെവർ തോട്ട് ദാറ്റ്. അവൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല നീലകണ്ഠ വുഡ് ടേക്ക് ദാറ്റ്, നീലകണ്ഠൻ അത് എടുക്കുന്നത്. ദെൻ ഷീ ഡിസൈഡഡ് നോട്ട് ടു ഡാഷ് എനിബഡി അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് ആരോടും പറയില്ലെന്ന്. പറയാന്നുള്ളത് എന്താ, നമ്മുടെ പുട്ട് അക്രോസ്. അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ കണ്ടെത്തുന്നത്. അപ്പോൾ മക്കൾക്ക് അർത്ഥം അറിയില്ലെങ്കിൽ ഫ്രേസൽ വെർബ് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ ഗ്രാമർ ഒന്നുമില്ല. അപ്പോൾ മക്കൾ ഫ്രേസൽ വെർബുകളൊക്കെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ മിക്കവാറും നിങ്ങൾക്ക് നാളെ വരുള്ളൂ. അപ്പോൾ ഈ മോഡൽ എക്സാമിന് ഇതല്ല, നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യനൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതാണ്. കാരണം പ്രീവിയസ് 2003 ക്വസ്റ്റ്യൻ പേപ്പർ അതേമാതിരി കോപ്പി പേസ്റ്റ് അടിച്ചാണ് നിങ്ങളുടെ മോഡൽ എക്സാമിന് ഫ്രേസൽ വെർബ്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഏതെങ്കിലും ഫ്രേസൽ വെർബൊക്കെ തന്നെ നാളെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ വീഡിയോ ഫ്രേസൽ വെർബിൻ്റെ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതൊക്കെ കണ്ടിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഫ്രേസൽ വെർബ് മിക്കവാറും നിങ്ങൾക്ക് ശരിയാവും ഫുള്ള്. ഓക്കെ, ഇനി അടുത്ത എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ശരിക്കും എഡിറ്റിംഗിൽ ഒരു വീഡിയോ ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്ന് മനസ്സിലാക്കാം. എഡിറ്റിംഗിൽ 4 മിസ്റ്റേക്ക് അല്ലടാ. ഇപ്പോൾ അവിടെ ഫോൾഡ് എന്ന വാക്കിന് മിസ്റ്റേക്ക് ഉണ്ട്, അതേപോലെ തന്നെ വിയർ എന്ന വാക്കിന് മിസ്റ്റേക്ക് ഉണ്ട്, അതുപോലെ തന്നെ വിച്ച് എന്ന വാക്കിന് മിസ്റ്റേക്ക് ഉണ്ട്, പിന്നെ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഈ വാക്കിന് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കോമൺ ആയിട്ടുള്ള ചില എറേഴ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഫോൾഡ് എന്നുള്ളത് ഒരു വെർബാണ് അല്ലേ. അപ്പോൾ ഒരു വെർബ് എങ്ങനെ നോക്കുക വെച്ചാൽ നിങ്ങൾ എന്ത് വെച്ചാൽ ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ള വെർബുകൾ ഏതൊക്കെ നോക്കുക. ഇവിടെ നോക്കിയാൽ പുട്സ് ഒരു എസ് ഫോം അല്ലേ, ഇവിടെ നോക്കിയാൽ ഗോസ് ഒരു എസ് ഫോം അല്ലേ, പിന്നെ അതേപോലെ തന്നെ ഗിവ്സ് ഒരു എസ് ഫോം അല്ലേ. ഈ എസ് ഫോമും ബേസ് ഫോമും V1 എസ് ഫോമും വരപ്പോഴാണ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഇവിടെ വാങ്ങ ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ് എസ് ഫോം വന്നത്. എന്നാൽ വാങ്ങയും അല്ലാക്കലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ഇവിടെ പുട്ട് എന്ന് വരിക. പിന്നെ അതേപോലെ ഇവിടെ ഹി ഒരാളെ ഉള്ളതുകൊണ്ടാണ് ഗിവ്സ് ഗോസ് എന്ന് വന്നത്. ഇവിടെ ഹീക്ക് വരും ദേ എന്നാണെങ്കിൽ ഗോ എന്നാ വരിക. അപ്പോൾ ഈ V1 എസ് ഫോമും സിമ്പിൾ പ്രസന്റൻസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ സെന്റൻസിലൊക്കെ എസ് ഫോമും V1 അല്ലേ വന്നിട്ടുള്ളത്, അതിൻ്റെ അർത്ഥം എന്താ, ഇത് പ്രസന്റൻസ് ആണ്. ഇനി ഇതിൽ V2 ഫോം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. നേരെ മറിച്ച് ഇവിടെ ഗോസിന് വരും വെന്റ് ആണെങ്കിലോ ഇനിയുള്ളതൊക്കെ ഇതിൽ വെന്റ് ആവുമെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഫസ്റ്റ് കോഡ്. അപ്പോൾ ഇവിടെ ഗോസ് ആയതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ, വാങ്കയല്ലേ, വാങ്ക ഫോൾഡ് ചെയ്യാൻ ഇവിടെ എസ് ഫോമോ, വാങ്ക ഒരാളല്ലേ ഉള്ളൂ. നേരെ മറിച്ച് ഇവിടെ വെന്റ് ആണെങ്കിൽ, അതേപോലെ ഇവിടെ പുട്ടെന്ന് മാത്രം ഉണ്ടെങ്കിൽ V2 ആണ്. V2 ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെയായിരുന്നു, ഫോൾഡഡ് വെക്കായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഫോൾസ് വരാനുള്ള കാരണം ഇവിടെ ഒക്കെ എസ് ഫോം ഉപയോഗിച്ച്. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ശരിത്തരമുള്ള വെർബുകൾ നോക്കുക. പിന്നെ ഇവിടെ നമുക്കറിയാം വിച്ച്. ഈ വിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് മേൻ അല്ലേ, മനുഷ്യന്മാരാണ് വിച്ച് ഉപയോഗിക്കില്ല, ഹോ. ഓക്കെ, മനുഷ്യന്മാരാണ് എന്താ ഉപയോഗിക്കുക, ഹോ. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അത് സാധാരണ ഒരു ജീവികളൊക്കെ ആണെങ്കിലാണ്, അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ ആണെങ്കിലാണ് വിച്ച് ഉപയോഗിക്കുക. ദെൻ അടുത്തത് ഇവിടെ വിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഹീ എന്നല്ലേ സബ്ജക്റ്റ്, ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വിയർ വരില്ല, VS. ഇങ്ങനെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. അത് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇതേ മോഡൽ ഉണ്ടാവും വരാൻ ചാൻസ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ടു എന്ന വെർബ് വന്നു കഴിഞ്ഞാൽ പിന്നെ ING ഫോം ഒന്നും വരില്ല, V1 ആണ് വരിക. ടു റൈറ്റ്, ടു ഗോ, ടു പ്ലേ, ടു സിങ്. ഇങ്ങനെ 2 വന്നു കഴിഞ്ഞാൽ V1 വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എഡിറ്റിംഗ് നാളെ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഡിറ്റിങ്ങിലും കാര്യമായിട്ട് മിസ്റ്റേക്ക് ഉണ്ടാവില്ല. മക്കളെ നമ്മുടെ എന്താണ് ഈ ഡയലോഗ് കംപ്ലീഷനിലെ ഇതിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. ക്വസ്റ്റ്യൻ ടാഗിനും ഇതുപോലെ തന്നെ ഒരു ടൈപ്പ് പരിപാടി ഉണ്ട്. ഇവിടെ നോക്കി, നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് കോമ ഇട്ടിട്ട് ഡാഷ് വന്ന് ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. മിക്കവാറും അത് സെന്റൻസിന്റെ ഫസ്റ്റ് തന്നെ ആയിരിക്കും. ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ യു ലുക്ക്,
ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഒന്നുമില്ല, ഈസ് ആം ആർ എന്നുള്ള ഹെൽപ്പിംഗ് വെർബ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ലുക്ക് എന്നുള്ളത് V1 ആണ്. V1 ആണ്, അതിൻ്റെ ഉള്ളിൽ ഡു ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇവിടെ ഡു ആണ്. ഡൂനെ ശരിക്കും ഒരു ഇൻറ്റ് വെച്ചെടുക്കുക. ഇവിടെ നോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നോട്ട് വെച്ചെടുക്കുക. അപ്പോൾ ഡോണ്ട് അല്ലേ. എന്നിട്ട് ഇപ്പുറത്തുള്ള സബ്ജക്റ്റ് യു. ഓക്കെ, ഇത് ശരിക്കും എന്താ സംഗതി എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നല്ലേ മാർക്ക് കിട്ടുള്ളൂ. ഇത് ശരിക്കും നേരം കൊണ്ട് തിരിച്ചിടുക ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ലുക്കിൻ്റെ യു എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലുക്ക് ഒരു വെർബ്, നമ്മൾ ഹെൽപ്പിംഗ് വെർബാണ് ഫസ്റ്റ് ചെയ്തേണ്ടത്. ആ ലുക്കിനകത്തുള്ള ഹെൽപ്പിംഗ് വെർബ് ഡു ആണെന്ന് മനസ്സിലാക്കുക. നേരെ മറിച്ച് അവിടെ ലുക്സ് എന്നാണെങ്കിൽ എസ് ഫോം ആണെങ്കിൽ ഇവിടെ ഡസ് എന്നാവുമായിരുന്നു. അതേപോലെ ഇവിടെ ലുക്ക്ഡ് എന്നാണെങ്കിൽ V2 ആണെങ്കിൽ അവിടെ ഡിഡ് ആവുമായിരുന്നു. അപ്പോൾ മനസ്സിലാക്കുക, V1 ആണെങ്കിൽ ഡു, എസ് ഫോം ആണെങ്കിൽ ഡസ്, V2 ആണെങ്കിൽ ഡിഡ്. ഇത് ഓർത്ത് വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു എളുപ്പപ്പണി പറഞ്ഞു തരാണ്, മനസ്സിലാക്കുക. ഇനി അതല്ല, ഇപ്പം നാളെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഇങ്ങനെ സാധനം വിചാരിച്ചോ, യു ആർ ലുക്കിംഗ് ഗുഡ് അല്ലെങ്കിൽ യു ആർ സാഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമാണ് വരുന്നത് വെച്ചോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ യു ആർ ആറില്ലേ, അപ്പോൾ ഇത് നേരെ തിരിച്ചിടുക. ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, പിന്നെ വേറെ നോക്കണ്ട, നേരെ തിരിച്ചിടുക. അപ്പോൾ ആറ് യു തിരിച്ചിട്ടില്ലേ, എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ഇൻറ്റ് വെച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി, R. ഇത്ര സിമ്പിളാണ്, വേറെ ഒന്നും നോക്കണ്ട, നേരെ ഇങ്ങോട്ട് തിരിച്ചിടുക. ഇപ്പോൾ ഹി ഈസ് എ ബോയ്, ഈസിന് പുറത്ത് കണ്ടിടുക. അപ്പോൾ എന്താ ഈസ് ഹി അല്ലേ, പക്ഷേ അതിൻ്റെ കൂടെ നോട്ട് വെച്ചെടുക്കുക, ഈസിൻ്റെ ഹി. പ്രശ്നമില്ലേ, ഇത്ര സിമ്പിളാണ് ഹെൽപ്പ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പം ഒന്നും അറിയാത്തവർ ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക, എന്നാൽ പിന്നെ തെറ്റില്ല. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കേണ്ടത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനോടായിപ്പൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഒന്നും അറിയില്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താൽ വാട്ട് ഈസ് യുവർ നെയിം എന്തെങ്കിലും എഴുതി കേട്ടോ, ഒന്ന് എഴുതാൻ നിൽക്കരുതേ. ഓക്കെ, ഈ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബോർഡ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഹെൽപ്പിംഗ് വെർബൊക്കെ ഇട്ടാണ്ട് എഴുതിയാൽ മതി, അത്രയെങ്കിലും നിങ്ങൾ ഇതാ. പിന്നെ ഹാഡ് ബെറ്റർ ആണ്. ഹാഡ് ബെറ്റർ ഇപ്പം ഞാൻ പഠിപ്പിച്ചു തന്നു ഈ വീഡിയോൻ്റെ ഫസ്റ്റിൽ, അറിയാത്തവരൊന്നും കൂടി നോക്കുക. പിന്നെ അടുത്ത വുഡ് യു മൈൻഡ് ആണ്, ഇതും ഞാനിപ്പോൾ പഠിപ്പിച്ചെന്ന് അതുകൂടി നോക്കുക. ഓക്കെ, പിന്നെ ഈഫ് ക്ലോസ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒക്കെ വീഡിയോ. ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് കുട്ടിക്ക് ഇത് പഠിച്ചിട്ട് എഴുതാൻ കഴിയും. എന്തായാലും എഴുതണം, എന്തെങ്കിലും എഴുതി വെക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ഐ വില്ല് ഇത്രയെങ്കിലും തുടങ്ങുക. ഐ വിൽ എഴുതിക്കാണ്ട് എന്തെങ്കിലും ഒരു വെർബെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ഇവിടെ ഐ ആണെങ്കിൽ, ഇവിടെ യു ആണെങ്കിൽ യു വിൽ നക്കുക, ഇവിടെ ഹി ആണെങ്കിൽ ഹി വിൽ നക്കുക. അത്രയെങ്കിലും നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വെർബ് വെച്ചിട്ടുണ്ട് എഴുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഒരു അരമാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പം മിസ് ചെയ്യരുത്, ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഇനി ലാസ്റ്റ് പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻസിൽ നമുക്കറിയാം ഈ എ എൻ അതേപോലെ തന്നെ ദ, ഇത് ആർട്ടിക്കിൾസ് എന്നാ പറയുക അല്ലേ. എയും ഏനും ദായും. ഇതിൽ ദ വരെ അപ്ലൈച്ചാൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു നൗൺ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ഉദാഹരണത്തിന് ഐ സോ എ ടൈഗർ, ഞാനൊരു കടുവയെ കണ്ടു. ദ ടൈഗർ ഈസ് എ റോബസ്റ്റ് വൺ അല്ലേ, ആ ടൈഗർ വളരെ വലുതായിരുന്നു അല്ലെ, വളരെ ആരോഗ്യമുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് ആ ടൈഗറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദ ടൈഗർ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഐ സോ എ മാൻ, ഞാനൊരു മനുഷ്യനെ കണ്ടു. ദ മാൻ വാസ് മൈ നെയ്ബർ, ആ മനുഷ്യൻ എൻ്റെ അയൽക്കാരനായിരുന്നു. രണ്ടാമത് മാൻ പറഞ്ഞപ്പോൾ എന്താക്കി, നമ്മൾ ദ എന്ന് വെച്ചു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു നൗൺ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു നൗൺ പറയുമ്പോഴാണ് ദ ഉപയോഗിക്കുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ദ എവിടെയാണ് വരിക നമുക്ക് കറക്റ്റ് മനസ്സിലാവും. പിന്നെ എയും ഏനും നമുക്കറിയാം വവ്വൽ കോൺസണന്റ്. നമുക്കറിയാം മലയാളത്തിൽ അ ആ ഇ എന്നുള്ള വാക്കുകളില്ലേ, അ ആ ഇ ഉ എ ഒ ഓ ഔ അം അ അല്ലേ, ഇത് മലയാളം. എന്നാൽ ഇതിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, അ ആ ഇ ഉ എ ഐ ഔ ഓ അല്ലേ, ഇത്രയും വാക്കുകൾ. ഈ വാക്കുകളൊക്കെ കോൺസണന്റ് വവ്വൽസ് ആണ്. അപ്പോൾ നമ്മൾ അലിട്രേഷനിൽ പഠിച്ചിട്ടുണ്ട്, അലിട്രേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതൊക്കെ വവ്വൽസ് ആണ്. നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ EIO എന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും, അത് റോങ് ആണ്. അങ്ങനെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെ മലയാളത്തിൽ മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് കൈറ്റ് എന്നുള്ളതിൻ്റെ ഫസ്റ്റത്തെ വാക്ക് കായാണ്. അതുപോലെ ബാറ്റിൻ്റെ ഫസ്റ്റ് വാക്ക് അക്ഷരം ബായാണ്. അതുപോലെ കിങ്ങിൻ്റെ ഫസ്റ്റ് അക്ഷരം കായാണ്. പെന്നിൻ്റെ ഫസ്റ്റ് അക്ഷരം പായാണ്. അപ്പോൾ ഇങ്ങനെ ഈ അല്ലാത്ത ബാക്കി എല്ലാ സൗണ്ടുകളും എന്താണ്, കോൺസണന്റുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എലിഫന്റിന്റെ ആദ്യത്തെ അക്ഷരം തന്നെ എ എന്നാണ്, ഇ അല്ല കേട്ടോ, ഈ സ്പെല്ലിംഗ് ആണ്. അക്ഷരം തന്നെ എ. എലിഫന്റ് നമ്മൾ മലയാളത്തിൽ ഇതുമ്പോൾ എ എന്നല്ലേ വരിക. അംബ്രല സ്പെല്ലിംഗ് യു ആണ്, പക്ഷെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ വരുന്നത് ആ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വവ്വൽസ് ആണ്. അപ്പോൾ വവ്വൽസ് ആണെങ്കിൽ എൻ ഉപയോഗിക്കണം, കോൺസണന്റ് സൗണ്ടുകളാണെങ്കിൽ എ ഉപയോഗിക്കണം. ഇപ്പോൾ പെന്ന് എന്നുള്ളത് വവ്വൽ സൗണ്ട് അല്ലല്ലോ, കോൺസണന്റ് അല്ല, അപ്പോൾ എ പെന്ന്. എന്നാൽ അംബ്രല എന്നുള്ളത് ഈ പെടുന്നല്ലേ, അപ്പോൾ എൻ അംബ്രല. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ അവർ എന്ന് എഴുതിയിട്ടുണ്ട്. അവർ എന്നുള്ളത് നമ്മൾ എച്ച് ഇവിടെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കോൺസണന്റ് ആണ്, എന്നാൽ അങ്ങനെയല്ല. ഇത് മലയാളത്തിൽ വായിക്കുമ്പോൾ അവർ എന്നാണ് വായിക്കുക. അപ്പോൾ ആയല്ലേ, ആയതുകൊണ്ട് ഏൻ അവർ എന്നാണ് പറയുക, എ അവർ എന്ന് പറയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ ദായുടെ അറിയാം. ഇനി ഇന്ന് എന്ന് പറഞ്ഞ സാധനമുണ്ട് പ്രിപ്പോസിഷൻ. ഇത് നമ്മൾ സ്ഥലത്തിന് മുന്നിലൊക്കെയാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഓൺ എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും മേലെ അല്ലെങ്കിൽ നമ്മൾ ഡേറ്റുകൾക്കൊക്കെ മുന്നിൽ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷനാണ്. അറ്റ് നമ്മൾ സമയത്തിനും ചെറിയ ചെറിയ സ്ഥലങ്ങൾക്ക് മുന്നിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഇനി ഇതിനുള്ള ഒരു ഉടായ്പ കൂടി ഞാൻ പറഞ്ഞുതരാം. സംഭവം വേറെ ഒന്നല്ല, നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഇതിനിപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടില്ല 35, ഇതിനൊക്കെ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ മാർജിൻ ഇതാണെങ്കിൽ നിങ്ങൾ 35 മെയിൻ നമ്പർ മാർജിനുള്ളിൽ ഇടുക. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ABCD ഉണ്ടാവുക. ക്വസ്റ്റ്യൻ ഒരിക്കലും ഇതരുത്. ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ നിങ്ങൾ ഭയങ്കര പൊട്ടണമെന്ന് വിചാരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ ഗ്രാമറിന് മുഴുവൻ ഓപ്ഷൻസ് ആണ്. അപ്പം സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ABCD. അപ്പോൾ അത് മാത്രം നമ്മൾ എഴുതുന്നിടത്താണ് ഇതുണ്ട്. എ എന്ന് എഴുതുക, പിന്നെ B, പിന്നെ C, പിന്നെ D. ഒരു കാരണവശാലും നിങ്ങൾ എ എഴുതിയിട്ട് B വേറെ പേജിൽ എഴുതരുത്. അതേപോലെ ആദ്യം B, പിന്നെ A, പിന്നെ C അങ്ങനെ ഒന്നും എഴുതരുത്. അതൊന്നും പേപ്പർ വാലിഡേറ്റ് ചെയ്യില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ABCD ഇങ്ങനെ ഓർഡറിന് തന്നെ എഴുതുക കേട്ടോ. ഇത് ഒരു സബ് ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട ഒരു ക്വസ്റ്റ്യൻ, അത് വലുതായാലും ചെറുതായാലും
ഒരു ക്വസ്റ്റ്യൻ തൊട്ടാൽ അതിൻ്റെ വേറെ പേജിലൊന്നും എഴുതരുത്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ഉത്തരത്തിലേക്ക് കിടക്കുക. ചില കുട്ടികളുണ്ട് കുറേ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് വേറെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ അതിൻ്റെ ബാക്കി മറ്റേ പേജിൽ ഇട്ടിട്ടോ എന്നൊക്കെ എഴുതിയേക്കും. ആമാരി പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 35 ക്വസ്റ്റ്യൻസ് ആണ് ABCD. അത് ഇതേ ഓർഡറിൽ തന്നെ വെക്കണം. നിങ്ങൾ ഏതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്നിട്ട് അത് ലാസ്റ്റ് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഓർമ്മിക്കാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ഇടുക. ടിക്ക് ഇട്ടില്ല അതിൻ്റെ അർത്ഥം ഫുള്ളാക്കില്ല എന്നാണ്. അപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഫുള്ളാക്കിയണോ ഇല്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഇതിലിങ്ങനെ എഴുതി. ഇപ്പം നിങ്ങൾ എൻ്റെത് എന്ന് എഴുതി, പിന്നെ ബീൻ്റെ ഉത്തരം 2 എന്ന് എഴുതി, പിന്നെ എന്താണ് ആൻഡ് എന്ന് എഴുതി, പിന്നെ ഓൺ എന്ന് എഴുതി. ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ, അത് ഞാൻ ചുമ്മാ എഴുതിയാൽ നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ എഴുതി വിചാരിച്ചോ. അപ്പോൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഇത് ഇങ്ങനെ തന്നെ ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ വേറൊരു പേജിൽ, ഇതിപ്പോൾ നിങ്ങളൊരു പേജിൽ എഴുതി വിചാരിച്ചോ, ഇനി വേറെ പേജിലോ അല്ലെങ്കിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടോ വീണ്ടും നിങ്ങൾ 35 നമ്പർ ഇട്ടുകൊണ്ട് ഇതേമാതിരി തന്നെ ABCD എഴുതാം. ഓക്കെ, അപ്പോഴും നിങ്ങളിത് കറക്റ്റ് ഇങ്ങനെ തന്നെ എഴുതണം. എന്നിട്ട് എക്ക് പകരം നിങ്ങൾക്ക് ഡൗട്ടുള്ള മറ്റേത് എഴുതാം, 2 and A ഇങ്ങനെ ഇതാ. ഓക്കെ, അപ്പം നിങ്ങളുടെ മാഷ് വാലിഡേറ്റ് ചെയ്യുമ്പോൾ ഇത് നോക്കിയപ്പോൾ ഇതിന് 2 മാർക്ക്, 2 ശരിയുള്ളൂ. ഇത് നോക്കിയപ്പോൾ ഇതിന് 3 ശരിയുണ്ട്. അപ്പം നിങ്ങളുടെ മാഷ് എന്ത് ചെയ്തോളും, ഇത് പരീക്ഷാ പേപ്പറിൽ ആഡ് ചെയ്തോളും. അപ്പോൾ ഇങ്ങനെ ഒരളവൊക്കെ എങ്ങനെ ഉണ്ട്, 1-2 തവണയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉടായ്പ ചെയ്യാം. അപ്പോൾ അതും കൂടി നിങ്ങൾ പരീക്ഷ നോക്കിക്കൊണ്ടിട്ടോ. അപ്പോൾ അതൊരു വലിയ ഉടായ്പാണ് ചെയ്യുക. ഈ വൺ വേർഡുകളൊക്കെ അങ്ങനെ ചെയ്താൽ മതി. ഇത് സോഷ്യലും മറ്റുള്ള എല്ലാത്തിലും ഉപയോഗിക്കാം. മാത്സ് ഫോളോയിങ് ഒക്കെ ഇങ്ങനെ ചെയ്യാവുന്ന ഒരു തടിയാണ് കേട്ടോ. ഇനി ലാസ്റ്റത്തത് നമ്മുടെ നൗൺ ഫ്രേസ് ആണ്. ഇത് നൗൺ ഫ്രേസിൻ്റെ സബ്ജക്റ്റ് പൊസിഷൻ. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നൗൺ ഫ്രേസ് അല്ലാതെ വെർബ് ഫ്രേസ് എന്ന് വരാം, അല്ലെങ്കിൽ ചിലപ്പം നൗൺ ഫ്രേസും വെർബ് ഫ്രേസും കൂടി കണ്ടെത്താൻ വരാം. എന്തായാലും മോഡൽ എക്സാമിന് ഇങ്ങനെ വന്നുകൊണ്ട് മിക്കവാറും നിങ്ങൾക്ക് നൗൺ ഫ്രേസ് തന്നെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണം എന്താ വന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നൗൺ ഫ്രേസ് ആണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ഈ പറഞ്ഞിട്ടുള്ള സ്ഥാനത്തിൽ ഒരു വെർബോ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബോ ഉണ്ടോന്നേ. ആദ്യം ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കുക. ഇപ്പോൾ ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, ഷാൾ, ഇതൊക്കെ അല്ലേ ഹെൽപ്പിംഗ് വെർബ്. അതിൽ ഏതെങ്കിലും ഒന്ന് ഇതിലുണ്ടോ നോക്കി കഴിഞ്ഞാൽ അവിടെ കാണാം വേർ, ഹെൽപ്പിംഗ് വെർബ് ഇല്ലേ. അപ്പോൾ ഈ ഹെൽപ്പിംഗ് വെർബിൻ്റെ ലെഫ്റ്റിലേക്കുള്ള മൊത്തം നൗൺ ഫ്രേസിൻ്റെ സബ്ജക്റ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി വെക്കുമ്പോൾ ഇത് മാത്രം എഴുതാൻ പാടുള്ളൂ. ആൻസർ ഷീറ്റിൽ 2 വെൽ ഫെഡ് റോബസ്റ്റ് ടൈഗേഴ്സ് ഇത്ര എഴുതിയാൽ മതി. എന്നിട്ടും ഈ 36 നമ്പർ ഇടുന്നു, ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നു, എന്നിടുന്നു, ഉള്ളിലാണ് ഏടേണ്ടത് മാർജിൻ്റെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ സാധനം എഴുതുന്നു. ഓക്കെ, സോ 2 വെൽ ഫെഡ് റോബസ്റ്റ് ടൈഗേഴ്സ് എഴുതിയ 1 മാർക്ക് കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ വേറെ എവിടെയും കൊണ്ട് എഴുതരുത്, അതിൻ്റെ കൂടെ തന്നെ എഴുതണം. ബി ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യാണ്. ബി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കുക ഇതേമാതിരത്തെ എന്തെങ്കിലും വെർബ് ഉണ്ട്, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ എന്ന്. ഹെൽപ്പിംഗ് വെർബ് ഇല്ലേ നമുക്കറിയാം. അതിൽ V1 S1 V2 ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഗേവ് എന്ന് പറഞ്ഞൊരു V2 ഫോം ഉണ്ട് അല്ലേ. ഗീവിൻ്റെ V2 ഫോം ഗേവ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള മൊത്തം എന്താ നമ്മുടെ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ദ യങ് മാൻ ലൈയിങ് ഓൺ ദ ബെഡ് എന്ന് എഴുതിയാൽ അടുത്ത മാർക്കും കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ വാങ്ക ഈസ് റീഡിങ് എ ബുക്ക് എന്ന് വന്നു വെച്ചോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കാം ഈസ്, അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് വാങ്കയാണത്. അപ്പോൾ വാങ്കയാണ് അതിലെ നോൺ ഫ്രേസ് സബ്ജക്റ്റ് പൊസിഷൻ. ദെൻ ഐ സോ എ മാൻ. ഓക്കെ, അപ്പോൾ അതിലിങ്ങനെ നോക്കിയാൽ അതിൽ ഹെൽപ്പിംഗ് വെർബ് ഒന്നുമില്ല, പക്ഷേ സോ എന്നുള്ള വെർബ് ഉണ്ട് V2 ഫോം. അപ്പോൾ ഐ ആണ് അതിലെ നോൺ ഫ്രേസിൻ്റെ സബ്ജക്റ്റ് പൊസിഷൻ. ഇനി വെർബ് ഫ്രേസ് എന്താ, ഒന്നുമില്ല. ഈ വെർബ് മുതൽ ബാക്കി മൊത്തം വെർബ് ഫ്രേസ് ആണ്. ഇപ്പോൾ ഇതിൽ ഗേവ് മുതലുള്ള ഗേവ് എ ഡീപ്പ് സൈ ഇതാണ് വെർബ് ഫ്രേസ്. ഇപ്പോൾ വാങ്ക റോട്ടെ ലെറ്റർ, അതിൽ റോട്ടല്ലേ വെർബ്. അപ്പോൾ റോട്ടെ ലെറ്റർ എന്നുള്ളതാണ് വെർബ് ഫ്രേസ്, വാങ്കയാണ് നോൺ ഫ്രേസ്. ഇത്ര കാര്യമുള്ളൂ. അപ്പോൾ മക്കളെ നാളെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാം. ഉടായ്പകളൊക്കെ മനസ്സിലായല്ലോ. ബാക്കി നല്ല നീറ്റിൽ എഴുതുക. അപ്പോൾ ഈ ഓർഡറിന് നിങ്ങൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നാളെ നല്ല മാർക്ക് തന്നെ കിട്ടും, A+ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ A+ സ്വപ്നം കൊണ്ടുകൊണ്ട് പഠിക്കുക. ഏതെങ്കിലും ഗ്രാമറുകൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കൊണ്ടുപോയിട്ട് എഴുതിക്കൊണ്ടി. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് ഫസ്റ്റ് എഴുതിക്കൊണ്ടി. അതാണ് ഇതിൻ്റെ നേക്ക്. അങ്ങനെ എഴുതിയിട്ട് പിന്നെ ഇടയിൽ ലാസ്റ്റിലേക്കൊക്കെയാണ് നിങ്ങൾ അറിയാത്തൊക്കെ കൊണ്ടുപോയി കയറ്റേണ്ടത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയുന്നൊക്കെ എഴുതി നല്ല വൃത്തിയാക്കിയിട്ട് പരീക്ഷ എഴുതിയാൽ മാർക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.